മലയാളികളുടെ ഫേവറേറ്റ് റാപ്പറായ വേടന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഒരു 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 3 മാസം മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞു. അതായത് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ വണ്ടിയിൽ വരികയായിരുന്നു. അപ്പോൾ എക്സൈസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ചെക്കിങ്ങിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒരു 25 ഗ്രാം ഗഞ്ചാവ് പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന പോലെ അദ്ദേഹം പാനിക്കായി. ഈ പാനിക്കാകുന്ന ആളെ കണ്ടിട്ട് എക്സൈസ് പറഞ്ഞു, ഒരു 20,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കേസ് മൊത്തം ക്ലോസ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ പെട്ട ആരാണെങ്കിലും നമ്മൾ പൈസ കൊടുക്കും. ഈ ചെറുപ്പക്കാരനും 20,000 രൂപ അദ്ദേഹത്തിന് കൊടുക്കും. അങ്ങനെ ഏകദേശം ഒരു 3 മാസം കടന്നുപോയി. ആ 3 മാസത്തിന് ശേഷം ഈ ചെറുപ്പക്കാരന് കോടതിയിൽ നിന്നും ഒരു സമൻസ് വന്നു. ഇതുപോലെ NDPS ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും കോടതിയിൽ ഹാജരാകണമെന്നും പറഞ്ഞു. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? കോടതിയിൽ പോയി പൈസ കെട്ടിവെക്കണോ, അതോ ഇതുപോലെ എക്സൈസിന് പൈസ കൊടുത്തതിന് ശേഷം വീണ്ടും കോടതിയിൽ ചെല്ലണോ? ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതൊരു നേരായ വഴിയുമാണോ? അപ്പോൾ ഇതിന്റെ ലീഗൽ സൈഡ് അറിയണമെങ്കിൽ സ്റ്റേ ട്യൂൺ ടു ദ നെക്സ്റ്റ് വീഡിയോ. ഹിറ്റ് ദ ഫോളോ ബട്ടൺ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.